ഇടിവെട്ട് കാറുകളുടെ വെടിക്കെട്ട് കളക്ഷനുമായി വീണ്ടും വണ്ടൂരിലെ RB മോട്ടോഴ്സിലാണ് ഞാൻ ഇന്നുള്ളത്. ഷമീർ ഭായ് എന്തൊക്കെയുണ്ട്? അടിപൊളി ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ കളക്ഷൻ, അതും വെടിക്കെട്ട് ഓഫർ എന്ന് പറയുന്ന ഇയർ എൻഡിങ് ഫുള്ള് പൊട്ടിച്ച് കൊടുക്കന്നെ. ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഇയർ എൻഡ് ആയിട്ടും ഫുൾ ഓഫറിൽ കൊടുക്കന്നെ. ഓരോ വണ്ടിയും ഓരോ ലക്ഷം രൂപന്റെ അടുത്തൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനം. അപ്പൊ സിബിൽ ബാങ്കിങ് ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ 30-ഓളം വാഹനങ്ങൾ റെഡിയിൽ സ്റ്റോക്ക്. ഏകദേശം എല്ലാ വാഹനങ്ങൾക്കും ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും. എല്ലാ ലോണുകൾക്കും കൊടുക്കാം, എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കാം. അതായത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനങ്ങൾക്കാണ് ഈ ലോൺ ഫുള്ള് കിട്ടുക. അതും നമുക്ക് മാക്സിമം ലോൺ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം പുതിയ വാഹനം ആയിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ പെർ ലാക്ക് EMI-ലൊക്കെ. അത്രയും ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ഓൾ ഇന്ത്യ അല്ല, ഓൾ കേരള നമുക്ക് ലോൺ ചെയ്യാം. ഈ അതർ സ്റ്റേറ്റുകളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് NOC എടുത്തു കൊടുക്കാനുള്ള സൗകര്യം പാൻ ഇന്ത്യൻ ലെവലിൽ നമുക്ക് NOC എടുത്തു ഇൻവോയ്സ് കൊടുക്കാൻ പറ്റും. ഇൻവോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ വണ്ടിന്റെ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വാഹനങ്ങളൊക്കെ സർട്ടിഫൈഡ് വണ്ടികളാണ്. എല്ലാ ചെക്കിംഗ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വാഹനങ്ങളാണ്. കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് വാറണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ കസ്റ്റമർ കയ്യിൽ നിന്നാണ് പേയ്മെന്റ് വാങ്ങിയിട്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. അത് ഏത് വാഹനത്തിന്റെ ഡീലർഷിപ്പിൽ പോയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ല വാറണ്ടി തരുന്നത്. 15,000 12,000 രൂപ വാങ്ങിയിട്ട് ആ 12,000 15,000 രൂപ നിങ്ങളൊരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തന്നെ വാറണ്ടിക്ക് ഒരു 6 മാസത്തിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്തുതരാം, കുഴപ്പമില്ല. സന്തോഷമായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ വാഹനത്തിന്റെയും എന്തൊക്കെ റീപ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെ കയ്യിലുള്ള വാഹനങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ എന്ത് എക്സ്ചേഞ്ച് ചെയ്യാം. കൂടെ തന്നെ നമുക്ക് ഓരോ വണ്ടിന്റെയും ഹിസ്റ്ററി 90% വാഹനങ്ങളുടെ ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ PDF ആയിട്ടുണ്ട്. അല്ല നമ്മളിപ്പോ കാണിക്കുമ്പോൾ ഒരു നമ്പറും ഹൈഡ് ചെയ്യുന്നില്ല. ഏത് വാഹനത്തിന്റെ ഹിസ്റ്ററി നമ്മുടെ അടുത്ത് PDF ആയിട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് കമ്പനിയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. ചില ആളുകൾ എന്ത് ചെയ്യുന്നോ, ഇപ്പൊ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല, മുന്നേ ഒരു വണ്ടി നമ്മളെ എക്സ്ചേഞ്ചിൽ വന്നപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാല് ഈ വാഹനത്തിന്റെ ഹിസ്റ്ററി നമുക്ക് തന്നിരുന്നു, ഡീലർ തന്നിരുന്നു, പക്ഷെ അതില് ചെറിയ കൃത്രിമം അവര് കാണിച്ചു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കണ്ട. ഒരു 10, 250 അല്ലെങ്കിൽ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വണ്ടിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും. ഈ കേരളത്തിൽ ഇറങ്ങി അവരെ ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇനി പേയ്മെന്റ് കൊടുക്കാതെ ബ്രാഞ്ചിൽ നേരിട്ട് പോയി കഴിഞ്ഞാലും കിട്ടും. അപ്പൊ ഇവിടുന്ന് പെരുന്നമണക്ക് ബസ്സിന് പോകാൻ നല്ല ഇവിടുന്ന് ഒരു 10-500 രൂപ ഇട്ട് കൊടുത്താൽ അതാണ് ലാഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ വണ്ടിന്റെയും നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിയുടെ ബ്ലാക്ക് ലിസ്റ്റ് ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമറ ഫൈനുകളാണ്. കാരണം കോടതിയിലുള്ള ഫൈനുകളൊക്കെ പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് പേര് മാറാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബേജാറും നിങ്ങൾ വെക്കേണ്ട. വാഹനം എടുക്കുന്ന സമയത്ത് വരെയുള്ള എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ലോണിന്റെ പ്രോസസിംഗിന്റെ സമയത്ത് അറിയാനും തീർച്ചയായിട്ടും കഴിയും. അപ്പോ പിന്നെ ഷമീർ ഭായ് ഇത് എങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു? മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. മലപ്പുറം വണ്ടൂര് പെരിന്തൽമണ്ണ റോട്ടിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചോ, ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ വണ്ടി ആയിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം. ഷമീർ ഭായ് നമുക്ക് ആദ്യമായിട്ട് സ്വിഫ്റ്റ് കാറുകൾ കാണിച്ചു കൊടുക്കാം. ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ, എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്. സ്വിഫ്റ്റ് കാറുകൾ നോക്കുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പാക്കാണ്ട് നോക്കിക്കോ. ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഒരു നേവി കളറിൽ തുടങ്ങാം. ഒരു മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസമുള്ള ഒരു സാധനമാണ്, കുറച്ച് ഡിമാൻഡ് ഉണ്ട്, ആളുകൾ അന്വേഷിക്കുന്ന ഒരു കളറാണ്. ഇതെങ്ങനെയായിരുന്നു? 2018 ലാസ്റ്റ് മോഡൽ. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക് VXI. ഓട്ടോമാറ്റിക്കലി VXI. അതും 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി, സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും. സെക്കൻഡ് ഓണർ, 50,000 ഓട്ടം VXI. ഈ വാഹനം നമുക്ക് ഫൈനൽ ആയിട്ട് 5,25,000 രൂപ. 5,25,000 ഓട്ടോമാറ്റിക് ടൈപ്പ് 3 4 സിലിണ്ടർ വരുന്ന ഒരു വാഹനമാണ് കേട്ടോ. ഈ കാറ്റത്തൊക്കെ നല്ല വലിവുണ്ടാവും. 4 സിലിണ്ടർ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് കേട്ടോ. ഇപ്പൊ പുതിയ ഇറങ്ങുന്നത് 3 സിലിണ്ടർ ആണ്. അപ്പൊ നിങ്ങളെ നാട്ടില് നിങ്ങളെ ബ്രാഞ്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ അവർ പറഞ്ഞു തരും. ഓക്കെ. ഏറ്റവും ബെറ്റർ 4 സിലിണ്ടർ വണ്ടികളാണ്. ഇവിടെയുള്ള എല്ലാ വണ്ടികളും 4 സിലിണ്ടർ ആണ്. നമുക്ക് ഒരു വൈറ്റ് കാണിച്ചു കൊടുത്താലോ? ഇത് 2018-19 രജിസ്റ്റർ. 18-19 മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വൈറ്റ് കളർ VXI പെട്രോൾ വണ്ടി. 5,10 കൊടുക്കാം നമുക്ക് ഫൈനൽ. 5,10 കൊടുക്കാം. ഇപ്പോഴും ഇൻഷുറൻസ് B2B ഇൻഷുറൻസ് നിലവിലുള്ള വാഹനമാണ്. B2B ഇൻഷുറൻസ് ആണ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ്. നിങ്ങൾ വണ്ടി തട്ടി കഴിഞ്ഞാൽ കമ്പനി പോയി കഴിഞ്ഞാൽ ഫുള്ള് മാറി തരും. ആ ഒരു കണ്ടീഷനിലെ ഇൻഷുറൻസ്. ഫുള്ള് ലോൺ കൊടുക്കാം. ഫുള്ള് ലോൺ കൊടുക്കാം. ഇവിടെ
നിങ്ങൾ മാസം ഒരു അടവൊക്കെ ഇട്ടിട്ട് വണ്ടി എടുക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ വേഗം വന്നോ. എല്ലാ വാഹനങ്ങൾക്കും അന്വേഷിച്ചോളൂ. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടി RB മോട്ടോഴ്സ് എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും മറ്റുള്ള വാഹനങ്ങളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾ അന്വേഷിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. നല്ല വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം എടുത്ത് പറയുന്നില്ല, നല്ല വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. 2018-19 സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ VXI ഈ ഒരു വാഹനം 5,10 കൊടുക്കാം, ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു 2 കളറിൽ വന്നിട്ടുള്ള ഒരു ഖിദ്മത്തിന്റെ സ്വിഫ്റ്റ് കാർ, ഇതെങ്ങനെയാണ് ബ്രോ? 2018 മോഡൽ 80,000 കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിക്കുള്ള വാഹനം. ഈ ഒരു വാഹനത്തിന്റെ ബാക്ക് ക്വാർട്ടർ പീസ് മാത്രം ഷോറൂമിൽ നിന്ന് റീപ്ലേസ് ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്, ഒരു പേരും പേടിക്കണ്ട. ഈ ഒരു വാഹനം നമുക്ക് ഓഫറിൽ 4,85 കൊടുക്കാം. 4,85 ഹിസ്റ്ററി മൊത്തം ഷോറൂമിലുള്ള വാഹനം, ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അതും പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് എല്ലാം ഫുള്ള് ലോൺ. ഒരു ടെൻഷനും വേണ്ട, ഇത് LXI അല്ല VXI ആണ് കേട്ടോ. പ്രൊജക്ട് ഹെഡ്ലാമ്പ്, DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്, പ്രൊജക്ട് എല്ലാം വരുന്ന വാഹനം. 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS എല്ലാ ഫീച്ചേഴ്സും വരുന്ന സെക്കൻഡ് കീ അടക്കമുള്ള വാഹനമാണ്. പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് 4,85 ലോണ്, അതും ഫുള്ള് ലോണിൽ കൊടുക്കാനും പറ്റും. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. കിണ്ണം പോലത്തെ കളറിൽ വന്നിട്ടുള്ള ഒരു എസ്പ്രസോ മാർക്കറ്റില് കുറച്ചോ പ്രയാസമുള്ള സാധനമാണ്, കിട്ടില്ല. പ്രയാസമുള്ള സാധനം എന്ന് പറഞ്ഞാല് കിലോമീറ്റർ 8,000 കിലോമീറ്റർ. ഏത് ഇതാ? വെറും 8,000 കിലോമീറ്റർ. 22 ലാസ്റ്റ് മോഡല്, കമ്പനി സർവീസ്. ഒരു ക്ലെയിമോ റീപെയിന്റ് പോലും കയറാത്ത ഒരു വാഹനം, ഷോറൂം കണ്ടീഷൻ. പുതിയ വണ്ടിക്ക് 5,68,000 രൂപ വില. ഇത് ഓപ്ഷൻ ഏതാ? VXI പ്ലസ്. 5,68,000 രൂപ ഇന്ന് വില പുതിയ വണ്ടിക്ക്. പഴയ വണ്ടിന്റെ വില അല്ല, അതിൽ കൂടുതലാണ്. ഇത് എങ്ങനെ കൊടുക്കും നിങ്ങൾ? 4,20 കൊടുക്കാം. ഒരു 8,000 പുതുമണം മാറാത്ത വാഹനം, അത് എക്സ്ട്രാ ഒരുപാട് വിറ്റിംഗ്സ് ഉണ്ട്. 1,20 മുകളിൽ ഓഫർ. അത് 1,00,000 മേലുള്ള വ്യത്യാസങ്ങളുണ്ട്. 1.5 ലക്ഷം രൂപയുടെ അടുത്ത് വ്യത്യാസം ഉണ്ട്. പുതിയ വണ്ടി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓഫർ ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചോളി. കിലോമീറ്റർ 8,000 സംതിങ് കിലോമീറ്റർ, കുട്ടം മണം മാറിയില്ല, സ്റ്റെപ്പിന് എടുത്തിട്ടില്ല, കമ്പനി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ, ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, സെൻസർ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വാഹനമാണ്. ഇനിയിപ്പോ പുതിയ വണ്ടി എടുത്ത ആൾക്ക് പിന്നെ ഇതിന്റെ ഉള്ളിൽ കുറെ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ. 5,68 അല്ലെങ്കിൽ 5,80 എടുത്താലും ഈ വണ്ടി പുറത്തിറങ്ങുമ്പോൾ 6 ലക്ഷം രൂപയുടെ മുകളിൽ ഇത്രയും ഓപ്ഷൻ വരുമ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം. 4,20 ഫൈനലാണ്. ഫുള്ള് ലോണല്ല, ഒരു 10-20 രൂപ അവർക്ക് കൊടുക്കാം, അങ്ങോട്ട് കൊടുക്കാം. എടുക്കുന്ന ആൾക്ക് നല്ല ലാഭം ഉണ്ട് കേട്ടോ. വേഗം വന്ന് നോക്കിക്കോ. നല്ല ഖിദ്മത്തിന്റെ വെറൈറ്റി കളറിൽ, അതും ഡിഫൻഡറിന്റെ കളറിൽ വരുന്ന ഒരു സ്വിഫ്റ്റ് കാർ. ഈ കളർ ദുനിയാവിൽ എവിടെ കിട്ടൂല. വേഗം വന്നോളൂ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ. എങ്ങനെയാണ് ബ്രോ ഇത്? 2018 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ. അതെ, ഇത് ഒരുപാട് ആളുകൾ ഇന്നോവയിലൊക്കെ അടിച്ച് പരീക്ഷയായിട്ട് കണ്ടിട്ടുണ്ട്. അത് സ്വിഫ്റ്റിന് നമ്മൾ ആദ്യമായിട്ടാണ്, എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്തതല്ല. ഇത് കസ്റ്റമർ ചെയ്ത് തന്നെയാണ്. ഓണർ സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, അതും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ വണ്ടിയിലില്ല. അതുപോലെ തന്നെ ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിൽ PDF ആയിട്ട് ആദ്യം അയച്ചു തരാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, സർവീസ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി. ഷോറൂമിൽ 1,00,000 കിലോമീറ്റർ ആണ് സർവീസ് ഉള്ളത്. അതെല്ലാം നമ്മളെ കയ്യിലുണ്ട്. 25 വരെയുള്ള സർവീസ് ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. മെക്കാനിക് ഫുൾ ഫിറ്റ് VDI ആണ്. AC, പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ, എയർ ബാഗ്, ABS ഒക്കെ വരുന്ന വാഹനം. അതും അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം ഫൈനല് 5,65 കൊടുക്കാം. 18 ഡീസൽ സിംഗിൾ ഓണർ വണ്ടി. 18 ഡീസൽ സിംഗിൾ ഓണർ വണ്ടി 5,65 അത് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. എവിടുന്ന് ഒരു മഹ്ലുക്കും തരൂല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോട്ടോ. ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന വാഹനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. നിസാന്റെ സണ്ണിയാണ്, നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കേട്ടോ. അത്യാവശ്യം നല്ല മൈലേജ് 20-22 ഒക്കെ മൈലേജും കിട്ടും. ചെമിൽക്ക ഒന്ന് പറഞ്ഞു കൊടുത്താൽ 2014-15 ഫുൾ ഓപ്ഷൻ VX ഏറ്റവും ടോപ്പ് വേരിയന്റ്. അതും കമ്പനി സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 89,000 കിലോമീറ്റർ ആണ് ഉള്ളത്. നിലവിൽ ഇൻഷുറൻസ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കസ്റ്റമർ എടുത്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡീസലില് 89 ഓടി 15 റേസർ, കേരള വാഹനാണ്. ഓഫർ റേറ്റ് 3,10. അത് ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ ബാനാൻ വിളിച്ചോ, മാക്സിമം ചെയ്യാനും പറ്റും. ലോൺ 99% ലോൺ ചെയ്യാൻ പറ്റൂല. ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോണും ചെയ്തു കൊടുക്കാം. അപ്പൊ വാഹനം വിളിച്ചോ. ഇവിടെ ഒരു ഓഫർ വെൽക്ക് ഒരു ആൾട്ടോ കാറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും AC യും പവർ സ്റ്റിയറിംഗ് ഉള്ള ഒരു വാഹനം. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന
3 വർഷത്തെ ഇനി ബാലൻസ് പേപ്പറും ഉള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള പുത്തൻ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ടാണ് ഈ വിലക്ക് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. 75 രൂപക്ക് 2008 വണ്ടി, അതും അപ്രോണ് കാര്യങ്ങളൊന്നും പരിക്കില്ലാത്ത, വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്ത, നിങ്ങൾക്ക് ഏത് വണ്ടി എടുക്കുമ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. വില കുറഞ്ഞ വണ്ടിയാണെങ്കിലും വില കൂടിയ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് മതി. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഉള്ള വണ്ടിയല്ല ഓഫർ ഇടുന്നത്. അത് കാരണം ഈ വണ്ടിക്കൊക്കെ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വില കുറഞ്ഞപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് മനസ്സിൽ ഉള്ളിന്ന് വരുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ്. അതും 2008 മോഡൽ 28 വരെ പേപ്പർ, 1.20 ഓടി, എല്ലാ ഭാഗവും ഓക്കെ. വൈറ്റ് കളർ ടയർ, 2 പുതിയത്, 2 ഹാഫ്. 28 വരെ പേപ്പറുള്ള ഒരു വാഹനമാണ്. ആകെ 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 89 രൂപ നമ്മൾ ചോദിച്ചിരുന്നത്, 75 ഫൈനൽ കൊടുക്കുന്നത്. 1.20 ഓടിയിട്ടുള്ളത്. വണ്ടി നിങ്ങൾക്ക് ധൈര്യപ്പെട്ടെടുത്തോളൂ. പുതിയ ഇൻഷുറൻസ് അടക്കം. ചെറിയ ബഡ്ജറ്റിൽ ഹ്യൂണ്ടായിന്റെ i20 ഡീസൽ. ഇതെങ്ങനെയായിരുന്നു? 2017 സിംഗിൾ ഓണർ, വെറും 90,000 ഓടി, ഡീസൽ വണ്ടി, സ്പോർട്സ് ആണ് ഓപ്ഷൻ. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറൂമിലുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് കുറഞ്ഞ വാഹനം, സിംഗിൾ ഓണർ, ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക കസ്റ്റമർ. ഫുള്ള് ലോണിൽ കൊടുക്കാം. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വണ്ടിയിലില്ല. 2017 സിംഗിൾ ഓണർ, 90,000 ഓടി, i20 സ്പോർട്സ് ഡീസൽ, ഫുള്ള് ലോണും ചെയ്യാം. 5,25,000 രൂപ കൊടുക്കുക. 5,25,000 കൊടുക്കുക. ഓക്കെ, അപ്പൊ ബാനാൻ വിളിച്ചോ. i20 ഇതും ഡീസൽ തന്നെയല്ലേ? ഡീസലാണ്, 15 ആണ്. അതും 1,20,000 കിലോമീറ്റർ ഓടി, തേർഡ് ഓണർഷിപ്പ് ആണ്, സ്പോർട്സ് വേരിയന്റ്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ കൊടുക്കാം. 450 ഫുൾ ലോൺ ചെയ്യാം. ഏകദേശം 90% ലോൺ ചെയ്യാൻ പറ്റൂല. 2015 ലാസ്റ്റ് മോഡല്, 15 സ്പോർട്സ് വണ്ടി. അതും ഡയമണ്ട് കട്ട് വീല്, എയർ ബാഗ്, ABS, കമ്പനി സ്റ്റിയറിംഗ് കൺട്രോള്, ടച്ച് സ്ക്രീൻ എല്ലാം കമ്പനി വരുന്ന, ക്യാമറ അടക്കം ഷോറൂമിൽ നിന്ന് വരുന്ന വാഹനമാണ്. 4.5 ലക്ഷം രൂപ. വെറും 4.5 ലക്ഷം രൂപ ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റൂല. 90% ലോൺ ചെയ്യാം. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഇവിടെ നമുക്ക് ഒരു ഡിസയർ ടൈപ്പ് 3 വന്നിട്ടുള്ള ഡിസയർ. ഇതെങ്ങനെയായിരുന്നു? 2017 ലാസ്റ്റ് ZXi വരുന്ന ഫുൾ ഓപ്ഷൻ. അത് നമുക്ക് നിലവിൽ ഈ ഒരു വാഹനത്തിന് 100% ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റില്ല. വണ്ടി കാണാൻ നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള വാഹനം. ഒരു 17 വണ്ടിന്ന് ആരും അറിയില്ല, കാണുമ്പോ പുതിയ വണ്ടി പോലെ ഉണ്ട്. പുത്തൻ ഇൻഷുറൻസ്, പുതിയ 2 ടയർ, സെക്കൻഡ് ഓണർ, പെട്രോൾ ആണ്. പെട്രോൾ തന്നെ ഒരു 18 കിലോമീറ്ററിന് മുകളിൽ മൈലേജും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ബട്ടൺ സ്റ്റാർട്ട്, അലോവിയില്, കീലെസ് എൻട്രി, എല്ലാ ഫീച്ചേഴ്സും വരുന്ന. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഹിസ്റ്ററി നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹിസ്റ്ററി നോക്കിക്കോട്ടെ. ഇത് കളർ നല്ല അടിപൊളി കളറാണ്. വണ്ടി നല്ല, ഇതെന്താ മുന്നേ ഇറങ്ങിയ ഡിസൈറിനേക്കാളും മൈലേജ് ഈ ഒരു വാഹനത്തിലുണ്ട്. ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി. 18, 19, 20 വരുന്ന ഡിസൈർ യൂസ് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈലേജ് എത്രയെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും മറ്റുള്ള വാഹനമൊക്കെ ആണെങ്കിൽ ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. അതെ. അപ്പൊ ബാനം വിളിച്ചോ. ഇതുമത്തിന്റെ ഒരു ഡസ്റ്റർ ആണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ? ഡസ്റ്റർ എടുക്കുമ്പോ 1 ടൺ ഒരിക്കലും എടുക്കരുത്. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ആളുകൾക്ക് പവർ വേണം, പക്ഷെ കംപ്ലൈന്റ് കുറയും. ഇത് രണ്ടും പാടെ ഒരു വണ്ടിയിൽ നടക്കും. ഇത് 85 ആണ് പവർ. അതിനപേക്ഷിച്ചിടത്തോളം കുറവാണ്. പക്ഷെ ഡീസൽ വണ്ടിയിൽ നല്ല പവറുള്ള എഞ്ചിനാണ്. കംപ്ലൈന്റ് കുറവാണ്. ഇഞ്ചക്ടർ കംപ്ലൈന്റ്, നോസിൽ കംപ്ലൈന്റ്, അതുപോലെ തന്നെ പമ്പ് കംപ്ലൈന്റ്, ബ്രേക്ക് പെഡൽ കംപ്ലൈന്റ്, ക്ലച്ച് കംപ്ലൈന്റ്, ഗിയർ കംപ്ലൈന്റ്. ഇതാണ് 1 ടണിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കംപ്ലൈന്റ്. അതില്ലാത്തൊരു വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വന്നോളി. അടിപൊളി വാഹനം, സിംഗിൾ ഓണർ, 18 രജിസ്റ്റർ, അതും ഫുൾ കമ്പനി ഹിസ്റ്ററി. 17, 18 ലിമിറ്റഡ് എഡിഷൻ, ടോപ്പ് വേരിയന്റിന്റെ മുകളിൽ ലിമിറ്റഡ് ഒരു വാഹനമാണ്. മേജർ ആക്സിഡന്റ്, മൈനർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും വണ്ടിയിലില്ല. മൈലേജ് ഒക്കെ എത്ര കിട്ടും? 20 കിലോമീറ്റർ. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഫ്രീ ആയിട്ട് കൊടുക്കും. റിവ്യൂ കാണുന്ന ആള്, അതായത് ഇതൊക്കെ കാണുന്ന ആളുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളെ പ്രേക്ഷകര്. അവര് പറയട്ടെ 20 കിലോമീറ്റർ മൈലേജ് ഡീസലിൽ ലോങ്ങിൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് പറയട്ടെ. ഈ ഒരു വാഹനം റീപ്ലേസ് ഇല്ല. 6.5 ലക്ഷം രൂപ കൊടുക്കുക. ഫുള്ള് ലോൺ ചെയ്യാം. ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് എൻഡ് ആണ്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. വേണ്ട ഒരു 1 ലക്ഷം രൂപ അധികം കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാനാൻ വിളിച്ചോ. ഇവിടെ കാറുകളുടെ പിരാന്തന്മാരെ ഒരു രോമാഞ്ചമായ ഒരു വണ്ടി. എന്താ പറയുക, ഞാൻ അങ്ങനെ പറയാൻ കാരണം ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് ഇല്ല, അത് ഓടിക്കാനുള്ള ഒരു സുഖം വേറെ ഒരു വണ്ടിയിലും കിട്ടൂല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഏത് വണ്ടി ഓടിച്ചാലും എനിക്കൊരു സുഖം കിട്ടുന്നില്ല. ഇത് ഓടിച്ചാൽ ഒരു പ്രത്യേക ഒരു സുഖം എന്താണെന്നറിയില്ല. ആയിക്കോട്ടെ, അതിന് പ്രത്യേക ഒരു
പ്രൈസിലാണ് ഈ വണ്ടി തരുന്നത്. ആ. അതായത് ഈ വാഹനം ഇറങ്ങുന്നത് 17 ഓക്കെ 17 ഈ വാഹനം അവസാനമായിട്ട് ഇറങ്ങിയത്. ആ. ഡീസൽ എഞ്ചിന് ഓക്കെ. എത്രക്ക് കൊടുക്കും? എത്ര മോഡൽ പറഞ്ഞ? 16-17 16-17 വണ്ടി, ഡീസൽ വണ്ടി. ആ ഓക്കെ. നിങ്ങൾ ഇവിടെ പ്രൈസ് കിട്ടുന്നത് ഞാൻ കണ്ടു. ആ. ഈ വിലക്ക് എവിടുന്നു ഒരു മഹ്ലൂക്കും കൊടുക്കൂല. ആയിക്കോട്ടെ, ഓക്കെ അല്ലേ? ആ. റീപ്ലേസ് ഈ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വിലക്ക് നമ്മൾ തരും. ഓക്കെ. റീപ്ലേസ് ഇല്ലാത്ത, റീപ്ലേസ് ഇല്ല, ഫ്ലഡ് ഇല്ലാത്ത, 4 പുത്തൻ ടയറുള്ള, ഓക്കെ, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള, ആ. ക്ലാസ് പോലും മാറാത്ത, അത് ഹിസ്റ്ററി ഉള്ള, ഒരു മൈനസ് ഇല്ലാത്തൊരു വണ്ടി. 1.19 ഹിസ്റ്ററി ഉള്ള വാഹനം. ഓക്കെ. 4,35,000 രൂപ. 4.35 കൊടുക്കും. 17 രജിസ്റ്റർ ഡീസൽ VDA ഓപ്ഷൻ വരുന്ന വാഹനം, ABS-ഉം ഒക്കെ വരുന്ന വാഹനം. വേറെ എവിടുന്ന് കിട്ടൂല. നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡയലോഗിലുള്ള വണ്ടി ആണെങ്കിൽ ഒരു മൈനസ് ഇതുമേ ഇല്ലെങ്കിൽ ഈ വണ്ടിക്ക് നിങ്ങൾ ചോദിച്ചിട്ടുള്ള വില വളരെ ദുനിയാവെന്ന് ഒരാളും ചോദിക്കാത്ത വിലയാണ്. അതുറപ്പാ. ഹിസ്റ്ററി ഫുള്ള് ലോണിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. പിന്നെ കിട്ടൂല. ആദ്യം വരുന്ന ആൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ, പിന്നെ കൊടുക്കാൻ പറ്റൂല. ഫസ്റ്റ് ഇറങ്ങിയ വാഗനർ കാണിച്ചു കൊടുക്കാം അല്ല, എന്നിട്ട് പുത്തനിലേക്ക് പോവാ. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? 2010. 2010 30 വരെ പേപ്പർ, ഒരു ടെൻഷനും വേണ്ട. ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത്. ഓക്കെ. ടെസ്റ്റ് പുതിയത്, എല്ലാം പുതിയത്. ഈ ഒരു വാഹനം വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് ഒന്നുമില്ല. കണി ചിമ്മിട്ട് എടുക്കാം. 1.14 ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ. ഫൈനൽ 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. 1.5 ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 ലോണും കൊടുക്കാം. 30 5 കൊല്ലം പേപ്പറിലെ വണ്ടി. ഓക്കെ. അത് ഓപ്ഷൻ വരുന്നത് AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ, LXI. അത് സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ കമ്പനി വരുന്നതാണ്. ഓക്കെ. അപ്പോ ഇവിടെ നമുക്ക് ഒരു മോഡൽ വന്നിട്ടുള്ള വണ്ടി. 1000 cc ആണെങ്കിൽ ഇത് 1200. ഇത് 1000 cc ആണ്. ഇത് 1200 cc. ഇപ്പൊ ഈ ഒരു വാഹനത്തിന് 3 വാഹനം നമ്മൾ എടുത്തിട്ടുണ്ട്. സിൽവർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ്. ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ ഷോറൂമിക്ക് എത്തിയിട്ടില്ല. വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് 70 ഓടിയ വാഹനം, 65 ഓടിയ വാഹനം ഒക്കെ ഉണ്ട് നമ്മളെ കയ്യില്. ഓഫർ ഓഫർ വിലക്ക്. ഇത് 2019 11 മാസം വണ്ടി. ഓഫർ ആണ്. വില 470. ഇത് ഓപ്ഷൻ 1.2 ലിറ്റർ VXI വാഹനം, സിംഗിൾ ഓണർ. അതും ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോണിൽ കൊടുക്കാം. ഇതിന്റെ 4.5 ലക്ഷം രൂപന്റെ വാഹനം നമ്മുടെ കയ്യിലുണ്ട്. VXI 1.2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 1.2 ആകുമ്പോൾ 4 സിലിണ്ടർ വണ്ടിയാണ്. അതായത് എഞ്ചിന് നല്ല കപ്പാസിറ്റി ഉണ്ടാവും. അതും 60 ഓടിയ വണ്ടി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെ. ഈ 1000 cc എടുക്കുന്ന ആളുണ്ടാവും. അത് മൈലേജ് കൂടുതൽ കിട്ടൂന്ന് മാത്രമേ ഉള്ളൂ. അതിൽ എഞ്ചിന് പവർ കിട്ടൂല കേട്ടോ. ഇതൊക്കെ കാറ്റത്ത് ഒറ്റ പോക്ക് പോവാ അല്ലെ. അപ്പൊ ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്, ഫ്ലഡ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി ഉള്ള വാഹനം. ഓക്കെ. അപ്പൊ വാഹനം